JS സിദ്ധാർത്ഥന്റെ മരണത്തിൽ CBI അന്വേഷണ ശുപാർശ കൈമാറുന്നതിൽ ഗുരുതര വീഴ്ചയെന്ന ആരോപണത്തിനിടെ സംസ്ഥാന ആഭ്യന്തര വകുപ്പിന്റെ അടിയന്തര നീക്കം. റിപ്പോർട്ട് നേരിട്ട് ഡൽഹിയിലെത്തി CBIക്ക് നൽകാൻ ഡിവൈഎസ്പിയെ ചുമതലപ്പെടുത്തി. സ്പെഷ്യൽ സെൽ ഡിവൈഎസ്പി എസ് ശ്രീകാന്ത് ഡൽഹിയിലേക്ക് പോകും. വിജ്ഞാപനം കൈമാറിയിട്ടും കേസിന്റെ സമ്പൂർണ്ണ വിവരങ്ങൾ അടങ്ങിയ പെർഫോമ റിപ്പോർട്ട് സംസ്ഥാന സർക്കാർ കേന്ദ്രത്തിലേക്ക് അയച്ചിരുന്നില്ല. തെരഞ്ഞെടുപ്പ് അടുത്തപ്പോൾ തങ്ങളുടെ വായ മൂടിക്കെട്ടാനാണ് മുഖ്യമന്ത്രി ശ്രമിച്ചതെന്ന് സിദ്ധാർത്ഥന്റെ പിതാവ് ജയപ്രകാശ് നേരത്തെ ആരോപിച്ചിരുന്നു. ഇതുവരെയ്ക്കും ഞാൻ പറഞ്ഞ് പറ്റിച്ചു എന്ന് പറയില്ല, പക്ഷേ ഞാൻ ചതിക്കപ്പെട്ടോ എന്ന് എനിക്ക് ഡൗട്ടുണ്ട്. കാര്യം പറഞ്ഞാൽ അന്ന് ഇത്രയും പീക്ക് ടൈമിലായിട്ട് നടന്നുകൊണ്ടിരിക്കുമ്പോഴേ എല്ലാ കക്ഷി രാഷ്ട്രീയം ഒന്നുമില്ലാതെ എല്ലാവരും പ്രക്ഷോഭം ഉണ്ടാക്കുന്നു. മതം നോക്കാതെ എല്ലാവരും കാണുന്നു. അമ്മമാരെല്ലാവരും വലിയ രീതിയിൽ മീഡിയ കാര്യം എല്ലാവരും ആക്രമിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അതിന് പെട്ടെന്നൊരു തടയിടേണ്ടത് മുഖ്യമന്ത്രിക്ക് ആവശ്യമായിരുന്നു. എനിക്കതൊന്നും അറിയില്ലായിരുന്നു. ഞാൻ മണ്ടനായിപ്പോയി. എൻ്റെ വായും എൻ്റെ കുടുംബത്തിൻ്റെ വായും അങ്ങ് അടച്ചു വെച്ചു. എല്ലാവരും വാ അടപ്പിക്കാൻ വേണ്ടി ആദ്യം ചെയ്തു. പ്രത്യേകിച്ച് ഇലക്ഷൻ കൂടെ വരികയാണ്. ഈ സമയത്ത് കുടുംബത്തിൻ്റെ വാ അടച്ച് കെട്ടേണ്ടത് വളരെ അത്യാവശ്യമായിരുന്നു. അതവർ അതിൽ വിജയിച്ചു. എനിക്കതിൽ അവരെ ശരിക്കും പറഞ്ഞാൽ അഭിനന്ദിക്കുക തന്നെ വേണം. ആ കാര്യത്തിൽ അവരങ്ങ് വിജയിച്ചു. പ്രതിപക്ഷ നേതാവിന്റെ വസതിയിലെത്തി കുടുംബം പിന്തുണ തേടി. കൊലയാളികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാനായി സിദ്ധാർത്ഥന്റെ കുടുംബം നടത്തുന്ന പോരാട്ടത്തിന് എല്ലാ പിന്തുണയും നൽകുമെന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. അപ്പോൾ അദ്ദേഹത്തിനുള്ള ഉത്കണ്ഠ പങ്കുവയ്ക്കാൻ വേണ്ടി വന്നതാണ്. അദ്ദേഹത്തിൻ്റെ ഉത്കണ്ഠയോടൊപ്പം നിൽക്കും. ഈ കേസിൽ ഭംഗിയായി അന്വേഷണം നടത്തുന്നു എന്ന് ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ട് ആ കുടുംബത്തോടൊപ്പം ഞങ്ങൾ നിൽക്കും എന്ന് വാക്കുകൊടുത്തിട്ടുണ്ട്. CBI അന്വേഷണം ത്വരിതപ്പെടുത്താൻ വേണ്ടിയിട്ട് എന്തെല്ലാം ഞങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുമോ അതെല്ലാം ഞങ്ങൾ സ്വീകരിക്കും. നിയമപരമായ നടപടികൾ അദ്ദേഹത്തിന് സ്വീകരിക്കണമെങ്കിൽ അതിനാവശ്യമായ മുഴുവൻ പിന്തുണയും നൽകും. വീണ്ടും ഈ വിഷയത്തിൽ സമരം ആരംഭിക്കേണ്ട ഒരു ഘട്ടമെത്തിയാൽ അതിനുവേണ്ടി തെരഞ്ഞെടുപ്പ് കാലമാണെങ്കിൽ പോലും സമരം ചെയ്യാൻ ഞങ്ങൾ മടിക്കും. സിദ്ധാർത്ഥന്റെ കുടുംബത്തിന് നീതി ഉറപ്പാക്കുമെന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. ജുഡീഷ്യൽ അന്വേഷണവും CBI അന്വേഷണവും നടക്കും. അന്വേഷണത്തിൽ ബാഹ്യ ഇടപെടൽ ഉണ്ടാകില്ലെന്നും ഗവർണർ പറഞ്ഞു. So I have already assured them that it will be ensured that nobody is allowed to interfere with the proceedings of the inquiry committee. Before Siddharth's father came to see me, I had ordered the Vice Chancellor to withdraw the order. Much before he came, I reached Trivandrum around 11:30. As soon as I came to know about it, I told him he has to withdraw the order because this order amounts to interfering with the inquiry proceedings. അതിനിടെ പൂക്കോട് സർവകലാശാലയിലെ പുതിയ വൈസ് ചാൻസലറെ ഗവർണർ ഇന്ന് തീരുമാനിക്കും. പ്രൊഫസർ PC ശശീന്ദ്രനാഥ് രാജിവെച്ചതോടെയാണ് പുതിയ VC നിയമനമുണ്ടാവുക. MG പ്രതീഷ് വിശദാംശങ്ങളുമായി. പ്രതീഷ്, ഇന്നലെ നമ്മൾ വാർത്ത നൽകുന്നത്, അതായത് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ള ഒരു പ്രതിരോധ നീക്കമാണ് നമ്മൾ കണ്ടത്. എന്തുകൊണ്ടാണ് CBI അന്വേഷണം വൈകുന്നത് എന്നുള്ളതിൽ അതിലെ വിജ്ഞാപനം പുറപ്പെടുവിച്ചിട്ടുണ്ട്. 9-ാം തീയതി തന്നെ അത് തീരുമാനമെടുത്തു. വിജ്ഞാപനം പുറപ്പെടുവിച്ചത് പിന്നെയും ഒരു ആഴ്ച കഴിഞ്ഞാണെങ്കിലും അത് പുറപ്പെടുവിച്ചിട്ടുണ്ട് എന്നതിൻ്റെ വിശദാംശങ്ങളാണ് ഇന്നലെ പുറത്തുവിട്ടത്. പക്ഷേ അപ്പോഴും ഈ പെർഫോമ റിപ്പോർട്ട് എവിടെ എന്ന വലിയ ചോദ്യം ഉയരുന്നുണ്ടായിരുന്നു. ആ ചോദ്യം വലിയ വിവാദമായി മാറിയതോടെയാണോ ഇപ്പോൾ അടിയന്തരമായ ഒരു ഇടപെടൽ എന്ന രീതിയിൽ സർക്കാർ നടത്തിയിരിക്കുന്നത്? അനുജ, തീർച്ചയായും അങ്ങനെ തന്നെ കാണേണ്ടി വരും. കാരണം മാർച്ച് 9-നാണ് സിദ്ധാർത്ഥന്റെ മരണം CBIക്ക് കൈമാറിക്കൊണ്ട് സർക്കാർ വിജ്ഞാപനം ഇറക്കുന്നത്. അതിനുശേഷം ഒരാഴ്ച പിന്നിട്ട് മാർച്ച് 16-ാം തീയതിയാണ് ഈ വിജ്ഞാപനം കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് സർക്കാർ കൈമാറുന്നത്. പക്ഷേ ഈ വിജ്ഞാപനം കേന്ദ്ര സർക്കാരിന് കൈമാറിയെങ്കിലും ഈ കേസിന്റെ നാൾവഴികളടക്കം ഉൾപ്പെടുന്ന പെർഫോമ റിപ്പോർട്ട് സർക്കാർ ഹാജരാക്കിയിരുന്നില്ല. ഇതാണ് ഈ CBI അന്വേഷണത്തിലേക്ക് കടക്കാനുള്ള ഒരു കാലതാമസമെന്ന് പ്രധാനമായും ആരോപണം ഉയരുന്നുണ്ട്. ഈ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ സർക്കാരിന്റെ ഒരു തിരക്കിട്ട അല്ലെങ്കിൽ ഒരു അടിയന്തര നീക്കം ഈ വിഷയത്തിൽ ഉണ്ടായിരിക്കുന്നത്. പെർഫോമ റിപ്പോർട്ട് കേന്ദ്രത്തിന് കൈമാറാൻ ഒരു DYSPയെ തന്നെ സർക്കാർ നിലവിൽ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. സ്പെഷ്യൽ സെൽ DYSP എസ് ശ്രീകാന്ത് ഇന്നോ നാളെയോ ഡൽഹിയിലേക്ക് പുറപ്പെട്ട ഇക്കാര്യം ഇത് കേന്ദ്രത്തിന് കൈമാറുമെന്നതാണ് സർക്കാരിൽ നിന്ന് ലഭിക്കുന്ന വിവരം. ഈ കഴിഞ്ഞ ദിവസങ്ങളിലടക്കം ഈ CBI അന്വേഷണം വൈകുന്നത് ചൂണ്ടിക്കാണിച്ച് സിദ്ധാർത്ഥന്റെ അച്ഛൻ പ്രതിഷേധവുമായി എത്തിയിരുന്നു. കേന്ദ്ര മന്ത്രി രാജീവ് ചന്ദ്രശേഖറിനെ കണ്ടിരുന്നു. അതിന് പിന്നാലെയാണ് ഇന്ന് പ്രതിപക്ഷ നേതാവിനെയും സിദ്ധാർത്ഥന്റെ അച്ഛൻ ജയപ്രകാശ് കൂടി കണ്ടത്. ഗവർണറെ അടക്കം ഇക്കാര്യത്തിൽ അതൃപ്തി കുടുംബം അറിയിക്കുക കൂടി ചെയ്തിരുന്നു. ഇതിന് പിന്നാലെയാണ് സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് എന്തായാലും ഒരു അടിയന്തര നീക്കം ഉണ്ടായിരിക്കുന്നത്. നിലവിൽ നടക്കുന്ന പ്രത്യേക സംഘത്തിന്റെ പോലീസ് അന്വേഷണം നിലച്ച സാഹചര്യമാണ്. ഒപ്പം CBI അന്വേഷണം ആരംഭിച്ചിട്ടുമില്ല. ഇതാണ് പ്രധാനമായും കുടുംബം ചൂണ്ടിക്കാണിക്കുന്ന കാര്യം. അതുകൊണ്ട് തന്നെ ഇതിൽ മനസ്സിലാക്കേണ്ടത് എന്താണ്? ഇപ്പോൾ
കുടുംബം പറയുന്നത് തെരഞ്ഞെടുപ്പ് അടുത്ത സമയത്ത് തങ്ങളുടെ വായ മൂടിക്കെട്ടാനുള്ളൊരു ഐവാഷ് എന്ന രീതിയിലേക്കാണ് ഇങ്ങനൊരു തീരുമാനം. അതായത് CBI അന്വേഷണം വേണമെന്ന് തങ്ങൾ ആവശ്യപ്പെടുന്ന അതേ നിമിഷം തന്നെ മുഖ്യമന്ത്രി അത് സമ്മതിക്കുന്നു. പക്ഷേ അതിൻ്റെ നടപടിക്രമങ്ങളിലേക്ക് പോകുന്നില്ല എന്ന് പറയുമ്പോൾ ഈ കുടുംബത്തിൻ്റെ ആരോപണം ശരിവെക്കുന്ന തരത്തിലേക്കല്ലേ കാര്യങ്ങൾ പോയിരിക്കുന്നത്? നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? എന്തുകൊണ്ട് ഇങ്ങനെ ഇത്ര ഗുരുതരമായൊരു വീഴ്ച ഈ സംഭവത്തിൽ ഉണ്ടായി എന്നുള്ളതാണ്. പെർഫോമ റിപ്പോർട്ട് വേണമെന്നുള്ളത് സർക്കാരിന് അറിയാത്ത കാര്യമല്ലല്ലോ. തീർച്ചയായും. കാരണം കുടുംബം ആരോപിക്കുന്ന കാര്യങ്ങൾ ശരിവെക്കുന്ന ഒരു നടപടി തന്നെയാണ് സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായത്. അനുജ സൂചിപ്പിച്ചതുപോലെ തന്നെ സിദ്ധാർത്ഥന്റെ കുടുംബം മുഖ്യമന്ത്രിയെ കണ്ട മിനിറ്റുകൾക്കുള്ളിലാണ് ഈ CBI അന്വേഷണം സർക്കാർ പ്രഖ്യാപിച്ചത്. പക്ഷേ ഈ അന്വേഷണം പ്രഖ്യാപിച്ചിട്ടും ഏറ്റവും സുപ്രധാനമായ പെർഫോമ റിപ്പോർട്ട് അടക്കം സർക്കാർ കേന്ദ്രത്തിന് കൈമാറിയില്ല എന്നുള്ള ഗുരുതര വീഴ്ചയാണ് ഇന്ന് പുറത്തു വന്നത്. ഇതിന് പിന്നാലെ ആഭ്യന്തര സെക്രട്ടറി അടക്കം ഈ കാലതാമസത്തിൽ വിശദീകരണം ചോദിച്ചിട്ടുണ്ട്. പക്ഷേ അതുമായി ബന്ധപ്പെട്ട് എന്തുകൊണ്ട് വൈകി എന്ന കാര്യത്തിൽ സർക്കാരിൽ നിന്ന് യാതൊരു തരത്തിലുള്ള വിശദീകരണവും ലഭിച്ചിട്ടില്ല. അത് തന്നെയാണ് ഇപ്പോൾ സിദ്ധാർത്ഥന്റെ കുടുംബവും ഒപ്പം പ്രതിപക്ഷമടക്കം വിമർശന വിധേയമാക്കുന്ന കാര്യം. എന്തായാലും നിലവിൽ എത്രയും വേഗം തന്നെ ഈ CBI അന്വേഷണം ആരംഭിക്കുമെന്നതാണ് ഈ കുടുംബമടക്കം പ്രതീക്ഷിക്കുന്ന കാര്യം. പ്രതിപക്ഷവും ഗവർണറും അടക്കം കുടുംബത്തിന് ഈ ഉറപ്പ് നൽകിയിട്ടുണ്ട്. നിലവിൽ നേരത്തെ ഗവർണർ പ്രഖ്യാപിച്ച ജുഡീഷ്യൽ അന്വേഷണവും CBI അന്വേഷണവും സിദ്ധാർത്ഥന്റെ മരണവുമായി ബന്ധപ്പെട്ട് നടക്കുമെന്നതാണ് ഗവർണർ നൽകുന്ന വിവരം. ഒപ്പം ഇതുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും തരത്തിൽ ബാഹ്യ ഇടപെടൽ ഉണ്ടാകില്ല എന്നുകൂടി ഗവർണർ ഇന്ന് കുടുംബത്തിന് ഉറപ്പ് നൽകിയിട്ടുണ്ട്. എന്തായാലും എത്രയും വേഗം ഒരു അനുകൂല നിലപാട് ഉണ്ടായില്ലെങ്കിൽ പ്രത്യക്ഷ സമരത്തിലേക്ക് ഉൾപ്പെടെ പോകാനുള്ള ഒരു തീരുമാനത്തിലാണ് സിദ്ധാർത്ഥന്റെ കുടുംബം എത്തി നിൽക്കുന്നത്. തിരഞ്ഞെടുപ്പ് കാലമാണ്. അതുകൊണ്ട് തന്നെ അത്തരത്തിലൊരു നീക്കം ഉണ്ടാകാതിരിക്കാൻ കൂടിയാണ് സർക്കാർ അടിയന്തരമായി വിഷയത്തിൽ ഇടപെട്ടിപ്പോൾ തിരക്കിട്ട ഈ ഒരു നടപടി കൈക്കൊണ്ടിരിക്കുന്നത്. ഈ നടപടിയെ എന്തായാലും കുടുംബം ഇപ്പോൾ സ്വാഗതം ചെയ്യുന്നുണ്ട്. പക്ഷേ നേരത്തെ മുഖ്യമന്ത്രി നൽകിയ ഈ ഉറപ്പിൽ വലിയ കാലതാമസം ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി ഏതെങ്കിലും തരത്തിലൊരു വീഴ്ച ഉണ്ടായാൽ അത് അത്തരത്തിലൊരു പ്രത്യക്ഷ സമരത്തിലേക്ക് പോകുമെന്ന മുന്നറിയിപ്പ് കൂടിയാണ് ഇപ്പോൾ കുടുംബവും. ഇതിൽ ഈ പുതിയ VCയുടെ നിയമനക്കാര്യം അത് എങ്ങനെയാണ്? ഗവർണർ ആ നടപടി അത് വളരെ വേഗം തന്നെ അങ്ങനെ ഒരു നടപടിയിലേക്ക് പോകുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. ആ പ്രഖ്യാപനം ഇന്നുണ്ടാകുമോ പ്രതീഷ്? അനുജ, ഈ പൂക്കോട് വെറ്റിനറി സർവകലാശാലയിലെ വിദ്യാർത്ഥികളെ സസ്പെൻഡ് ചെയ്ത നടപടിയാണ് പിന്നീട് VC അത് തിരുത്തി ആ വിദ്യാർത്ഥികളുടെ സസ്പെൻഷൻ പിൻവലിച്ചത്. ഇത് വലിയ വിവാദമായിരുന്നു. കാരണം നിലവിൽ CBI പോലും കേസ് അന്വേഷണം ഏറ്റെടുത്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ വിദ്യാർത്ഥികളുടെ സസ്പെൻഷൻ പിൻവലിച്ചാൽ അത് തെളിവ് നശിപ്പിക്കുന്നതിനടക്കം കാരണമാകുമെന്നതാണ് കുടുംബത്തിന്റെ പ്രധാനപ്പെട്ട ആരോപണം. ഇത് കുടുംബം ഗവർണറെ അടക്കം അറിയിച്ചിരുന്നു. ഗവർണറെ കുടുംബം കാണുന്നതിന് തൊട്ട് മുമ്പാണ് ഇക്കാര്യത്തിൽ ഗവർണർ VCയോട് വിശദീകരണം തേടുകയും ആ സസ്പെൻഷൻ നടപടി റദ്ദാക്കിയ ആ തീരുമാനം പിൻവലിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തിട്ടുള്ളത്. അതിൽ ഗവർണർ ശക്തമായൊരു അതൃപ്തിയും വിമർശനവും ഉന്നയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി ഇക്കാര്യത്തിൽ യാതൊരു തരത്തിലുള്ള ഒരു വീഴ്ചയും സംഭവിക്കില്ല എന്ന് തന്നെയാണ് ഗവർണറുടെ ഭാഗത്ത് നിന്ന് നൽകുന്ന വിശദീകരണം. ഒപ്പം ഇപ്പോൾ നിലവിൽ രാജിവെച്ച VCക്ക് പകരം പുതിയ VC ഉടൻ തന്നെ ഇന്ന് തന്നെ ഈ VCയെ തീരുമാനിക്കുമെന്നതാണ് രാജ്ഭവനിൽ നിന്നും നിലവിൽ ലഭിക്കുന്ന വിവരം. അനുജ, സിദ്ധാർത്ഥന്റെ മരണത്തിലാണ് ഇപ്പോൾ CBI അന്വേഷണം വൈകുന്നു എന്നൊക്കെയുള്ള ആരോപണത്തിന് ഒരു ഇടപെടൽ എന്ന രീതിയിൽ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് നടപടിയുണ്ടാകുന്നത്. പെർഫോമ റിപ്പോർട്ട് നേരിട്ട് തന്നെ CBIക്ക് കൈമാറാനാണ് സ്പെഷ്യൽ DYSP ശ്രീകാന്ത് ഡൽഹിയിലേക്ക് തിരിക്കുന്നത്.